ഇന്നത്തെ നമ്മുടെ മെനുവിലുള്ളത് കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ: കോവയ്ക്ക രണ്ടായി പിളർന്ന് ചെറു കഷ്ണങ്ങളാക്കിയത് 300 ഗ്രാം, 2 ചെറിയ സവാള നീളത്തിലരിഞ്ഞത്, 6 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇനിയും കടുക് വറക്കാൻ വേണ്ട സാധനങ്ങൾ: ചെറിയ ഉള്ളി 3 എണ്ണം ചെറുതായി അരിഞ്ഞത്, കടുക് 1 ടീസ്പൂൺ, ഒരു തണ്ട് കറിവേപ്പില ചെറുതായി മുറിച്ചത്, പാകത്തിന് ഉപ്പ്. ഇനിയും കുക്കിംഗ് പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കോവയ്ക്ക, സവാള, പച്ചമുളക്, പാകത്തിന് ഉപ്പ്, 1/4 കപ്പ് വെള്ളം, മഞ്ഞൾപ്പൊടി എന്നിവയിട്ട് പാൻ അടച്ച് വെച്ച് സ്റ്റൗ ഓണാക്കുക. സ്റ്റൗ ഓണാക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലും 3 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലും അടച്ചു വെച്ച് വേവിക്കുക. ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടപ്പ് തുറന്നു നോക്കാം. കോവയ്ക്ക നന്നായി വറ്റിയിട്ടുണ്ട്. സ്റ്റൗ ഓഫാക്കി നമുക്ക് കടുക് വറക്കാം. ഫ്രൈയിങ് പാൻ വെച്ച് 2 സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകിടുക. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ഇടാം. അതിനുശേഷം കറിവേപ്പില ഇടാം. ഇളക്കി കൊടുക്കുക. ഏകദേശം ബ്രൗൺ നിറമാവുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കോവയ്ക്ക ഇടുക. കോവയ്ക്ക ഇട്ടതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതിയാവും. ലോ ഫ്ലെയിമിൽ ഉലർന്നു വരാൻ ഒരു 5 മിനിറ്റോളം എടുക്കും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക.